നല്ല മഴയത്ത് ചൂട് ചായ കുടിക്കുന്നതിന് പകരം നല്ല തണുത്ത ഒരു മാംഗോ ചിയ സീഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? ബാ, അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ട നല്ല പഴുത്ത മാംഗോ, പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ്, ചിയ സീഡ്, പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ നമ്മൾ ആദ്യം കോക്കനട്ട് മിൽക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ചിയ സീഡ് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 1 to 2 hours മതിയായിരിക്കും. നല്ലപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഈ പറഞ്ഞ അമൂലിൻ്റെ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഇത്രയും തന്നെ മതി ബേസിക്കലി. പക്ഷേ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ ചിയ സീഡ് ആയതുകൊണ്ട് തന്നെ മാംഗോ നമുക്കിടണമല്ലോ. അപ്പോൾ നമ്മളത് അടുത്ത മാംഗോ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കുട്ടി മാംഗോ പീസസും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്കായിട്ട് മാംഗോ പ്യൂരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല, പക്ഷേ ഉണ്ടെങ്കിൽ ആ ഒരു ജ്യൂസ് കുറച്ചുകൂടി തിക്കായിരിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ നല്ല ഫ്രഷായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, ഒരു 2 to 3 hours. അപ്പോഴേക്ക് നമ്മുടെ ചിയ സീഡൊക്കെ നല്ലപോലെ സോക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്.